ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾക്ക് കുറച്ച് അധികം സവാളയൊക്കെ വില കുറവിൽ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് ഈ രീതിയിൽ നമ്മളൊന്ന് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എത്ര കാലം നമ്മൾ വെളിയിൽ വെച്ചാലും ഇത് കേടായി പോകുമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സവാള ചെറുതായിട്ട് നേരിയതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കനം കുറച്ച് അരിയാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാനാണ്. അപ്പം ഞാൻ ഇരുമ്പിൻ്റെ ഒരു കടായി തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ റവ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അത്യാവശ്യം നല്ല ചൂടാവുന്നത് വരെ തന്നെ നമ്മൾ ചൂടാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. കൊളസ്ട്രോൾ ഉള്ളവർ അതുപോലെ തന്നെ ബി പി ഉള്ളവർക്കൊന്നും എണ്ണ അധികം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ചില ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സവാള വറുത്തിടേണ്ടതായിട്ട് വരും. സവാള വറുക്കുമ്പോൾ നിങ്ങൾക്കറിയാം നന്നായിട്ട് എണ്ണ നമുക്ക് ആവശ്യമായിട്ട് വരും. ഒരു തുള്ളി പോലും എണ്ണ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ സവാള ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അതുപോലെ തന്നെ സവാള വിലക്കുറവിൽ വരുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് വറുത്തെടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് വെക്കുകയാണെങ്കിൽ പൊടിച്ചിട്ട് നമ്മൾക്ക് എല്ലാ ഡിഷസിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല. നന്നായിട്ട് വെയിലുള്ള സമയത്താണെങ്കിൽ നമ്മൾ നന്നായിട്ട് നേരിയതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം വെയിലിൽ വെച്ച് ഉണക്കിയെടുത്താലും ഇതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമുക്ക് മഴയുള്ള സമയത്തൊക്കെ വെയിലത്ത് വെച്ച് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ രീതിയിൽ പെട്ടെന്ന് സവാള വറുത്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ ആണ് കേട്ടോ. ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതുപോലൊരു തവി ഉപയോഗിച്ച് നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് സവാള മാത്രമായിട്ട് ഇതുപോലെ കിട്ടുന്നതാണ്. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കല്ലുപ്പ് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയുപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് കംഫോർട്ട് വേണമെങ്കിൽ കംഫോർട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാബ്രിക് കണ്ടീഷണറോ സ്പ്രേയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ബാഡ് സ്മെല്ലുള്ള സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റിവിറ്റി വരും. അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലും വരുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് വെറും ഉപ്പ് ഫ്രീസറിൽ വെക്കുന്നതാണ് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഫ്രീസറിൽ നന്നായിട്ട് ഐസ് കട്ട പിടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ്. മാത്രമല്ല നല്ലാത്തൊരു ബാഡ് സ്മെൽ ഉണ്ടാവും നമ്മൾ നോൺ വെജ് ഒക്കെ വെക്കുന്ന സമയത്ത്, അതും പോയി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ രാത്രി കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഈ സിങ്കിന്റെ ഹോളിലായിട്ട് കുറച്ച് കല്ലുപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിലൂടെ വരുന്ന പാറ്റ പല്ലി ഇവയുടെ ശല്യം ഒഴിവായി കിട്ടും. മാത്രമല്ല നല്ല ബാഡ് സ്മെൽ ഉണ്ടാവും കിച്ചൺ സിങ്കിൽ ചില സമയത്തൊക്കെ, അതും നമുക്ക് പോയി കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി നല്ലൊരു ആൻറ്റിസെപ്റ്റിക് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്തിനാണെന്ന് വെച്ചാൽ പൂക്കാത്ത ചെടികൾ നന്നായിട്ട് പൂ വരാനും അതുപോലെ തന്നെ കായ്കൾ വരാത്ത മരങ്ങളെ നന്നായിട്ട് കായ് വരാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു കിടിലൻ സ്പ്രേ ആണ് കേട്ടോ. മാത്രമല്ല നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇലമുരടിപ്പ് ഉണ്ടാവും, ചില ഇലകളൊക്കെ ചുരുണ്ട് അതുപോലെ തന്നെ മഞ്ഞ ഇലകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലൊരു സ്പ്രേ ഉണ്ടാക്കി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതൊക്കെ പോയിട്ട് നന്നായിട്ട് നമ്മളുടെ കൃഷിയൊക്കെ വരുന്നതാണ്. ഇപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഈ മരത്തിൽ നന്നായിട്ട് പച്ചമുളക് ഉണ്ട്, പക്ഷെ അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ നിറത്തിലാണുള്ളത്. ഇതിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ഉണ്ടാക്കി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളൊക്കെ നശിച്ചിട്ട് ചെടിയൊക്കെ നന്നായിട്ട് വളരുന്നതാണ്. ഇത് അവരയുടെ വള്ളിയാണ് കേട്ടോ. ഇതിൽ പൂക്കളൊക്കെ കുറേ ഉണ്ടാവും, പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ പൂക്കളൊക്കെ ഉതിർന്ന് താഴേക്ക് പോകും. അപ്പോൾ അതിൽ കായ്കൾ നിൽക്കുന്നില്ല. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒരു സ്പ്രേ ഉണ്ടാക്കി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കായ്കൾ നിറയെ ചെടിയിൽ തിങ്ങി നിറയുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ഈ നോമ്പിനും അതുപോലെ തന്നെ നല്ല ചൂടുള്ള സമയത്തും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് കസ്റ്റർഡ് പൗഡറിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇനി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. അന്ന് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്.
ചെറുതായിട്ടൊന്ന് ചൂടാവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റർഡ് മിക്സ് ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കട്ടകളൊന്നും കെട്ടാതെ നമുക്ക് മിക്സാക്കി കൊടുക്കണം കേട്ടോ. കട്ടയൊന്നും കെട്ടാതെ കിട്ടുമ്പോഴാണ് നമുക്കിതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ഡിഷിന്. ഇനി ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ ഒരു 3 മിനിറ്റ് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ കസ്റ്റർഡ് പൗഡറൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് കുറുകി വരുന്നതാണ്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ചെയ്തെടുക്കരുത് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റിൽ തന്നെ വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ വിടാതെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് പെട്ടെന്നൊന്നും അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. കുറച്ചുകൂടെ സമയം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അതുവരെ തന്നെ നമുക്കിതുപോലെ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, അതുപോലെ തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയാണ് കേട്ടത്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാൻ ഇത്രയും ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു നേന്ത്രപ്പഴം, ഒരു ആപ്പിള്, ഒരു മാതളപ്പഴം, അതുപോലെ തന്നെ കുരുവില്ലാത്ത നല്ല മധുരമുള്ള മുന്തിരി. ഇതൊക്കെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിരുന്നു. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഫ്രൂട്ട്സ് ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പുളിപ്പുള്ള ഫ്രൂട്ട്സ് അധികം നമ്മൾ ചേർത്ത് കൊടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അതിൻ്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസം വരും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടെ തന്നെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചെടുത്തിട്ടുള്ള കല്ലുപ്പും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾ നല്ലൊരു ആൻറ്റിസെപ്റ്റിക് ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കറിക്കായാണ് കേട്ടോ. ഇത് നിങ്ങളെ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. കറിക്കായം ഇല്ലെങ്കിൽ പാൽക്കായ ആയാലും നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഴജന്തുക്കൾക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ് വെളുത്തുള്ളിയുടെ, അതുപോലെ തന്നെ കായത്തിൻ്റെയൊക്കെ സ്മെല്ല്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ചൂടുള്ള വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ, പല്ലി, എലി, എട്ടുകാലി എന്നിവയെ, പാമ്പ് എന്നിവയൊക്കെ തുരത്താനുള്ള നല്ല കിടിലൻ സൊല്യൂഷൻ തന്നെയാണ് കേട്ടത്. ഇതിൻ്റെ സ്മെല്ലൊന്നും ഇവകൾക്കൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്രേ ചെയ്യുന്നത് മൂലം വീടിൻ്റെ പരിസരത്ത് തന്നെ ഇവകളൊക്കെ ഓടിപ്പോകുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഡെറ്റോൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഹാർപ്പിക്കോ ലൈസോളോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് സാനിറ്റൈസർ ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു ബോട്ടിൽ ഒഴിച്ചു കൊടുത്ത് എലി, പാറ്റ, പല്ലി, പാമ്പൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സ്മെല്ലിന് അവകളൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ. 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ്. പഴയ തലമുറക്കാരൊക്കെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്ന നല്ലൊരു കിടിലൻ ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ അല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാനും കൂടെ മറന്നു പോകരുതേ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബോട്ടിലേക്കാണ് ആക്കി കൊടുക്കുന്നത്. നിങ്ങളുടെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്കി കൊടുത്തിട്ടും സ്പ്രേ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലുള്ള ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുടിയിൽ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവകളൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.